മഴ തോരും മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സെർവന്റായി വന്ന അലീന ഇപ്പോൾ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായി മാറുന്നു. അതുപോലെ വൈജയന്തി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രൻ അലീനയും കൃഷ്ണമോളെയും കൂട്ടി ഇപ്പൊ റിസോർട്ടിലാണല്ലോ താമസം. മനു അങ്ങോട്ട് വന്നുകൊണ്ട് ബാലേന്ദ്രന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്കിള് തിരിച്ചു വന്നേ പറ്റൂ. അത് അങ്കിളുടെ വീടല്ലേ, അല്ലാതെ ആന്റിയുടെ വീടല്ലല്ലോ. അങ്കിളിന് തീരുമാനിക്കാം അവിടെ ആര് നിക്കണം ആര് നിക്കണ്ടേ എന്ന്. പിന്നെ കൃഷ്ണമോളുടെ ക്ലാസ് മിസ്സാവുകയല്ലേ, അതുകൊണ്ട് അങ്കിള് തിരിച്ചു വരണം ഇവരെയും കൂട്ടി എന്നെല്ലാം മനു പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ വരുന്നില്ല, ആ നാശം പിടിച്ചവരുടെ മുഖം എനിക്ക് കാണേ വേണ്ട എന്നെല്ലാം ബാലേന്ദ്രൻ പറഞ്ഞെങ്കിലും പിന്നീട് ബാലേന്ദ്രൻ അലീനയും കൃഷ്ണമോളെയും കൂട്ടി കടപ്പാട്ടൂരിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വൈജയന്തി ഇതെല്ലാം അറിയുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയും കൂട്ടി അങ്ങോട്ട് വരുന്ന കാര്യം വൈജയന്തി അറിയാണ്. ഹോ, നാശം പിടിച്ചവൾ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും എന്നെല്ലാം കട്ട കൽപ്പിൽ വൈജ തനിയെ നിന്നുകൊണ്ട് പറയാണ്. എന്നാ ബാലേന്ദ്രന്റെ ഈ ഒരു വരവുണ്ടല്ലോ, അത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവാണ്. അലീനെ വേലക്കാരിയായിട്ടല്ല ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നത്, സ്വന്തം മകളായിട്ടാണ്. അങ്ങനെ ഹരി രാജീവിന്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്കിളെ ഞാനൊരു ഐഡിയ പറയട്ടെ. ബാലേന്ദ്രൻ അങ്കിൾ ആ അലീനയും കൂട്ടി കടപ്പാട്ടൂരിലേക്ക് വരുന്നതിന് മുന്നേ ആ അലീനെ നമുക്കണ്ട് കിഡ്നാപ്പ് ചെയ്താലോ എന്നെല്ലാം ഹരി ചോദിക്കുന്നുണ്ട്. കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ഹരിയുടെ ഉദ്ദേശം വേറെയാണ്. ഹരി ഒരു വട്ടം അലീനെ നന്നായിട്ട് ആഗ്രഹിച്ചതാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ നൈസായിട്ട് രാജീവിനെ മുന്നിൽ നിർത്തി അലീനെ കിഡ്നാപ്പ് ചെയ്താലോ എന്നവിടെ ഹരി ചോദിക്കുന്നുണ്ട്. അപ്പൊ രാജീവ് പറയും, ഏയ് അതൊന്നും വേണ്ട, അങ്ങനെ ചെയ്താൽ അത് വേറെ വിഷയമാകും. ആദ്യം നമുക്കെതിരെ കേസ് കൊടുക്കുക ബാലചന്ദ്രൻ തന്നെയായിരിക്കും, അതുകൊണ്ട് അത് വേണ്ട. എന്തായാലും അവൾ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അവൾ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാന്നേ എന്നൊക്കെ രാജീവ് പറയാണ്. അപ്പോൾ ഹരിയുടെ ഒരു പൂതിയുടെ കഴിഞ്ഞു. ഹരിയുടെ ആ ഒരു ഐഡിയ അത് നൈസായിട്ട് ചീറ്റിപ്പോയി. പിന്നീട് ബാലേന്ദ്രൻ അലീനയോട് പറയും, നാളെ നമുക്ക് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അലീന പറയും, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല സാറേ, മാഡത്തിന് അത് ഇഷ്ടമാവില്ല. ഞാൻ ഇനി അങ്ങോട്ട് വന്നാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്നെ രേവതിക്കുട്ടിയുടെ അടുത്ത് ആക്കിയാൽ മതി. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഹോ, അപ്പൊ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് നിനക്കൊരു നന്ദി പോലും ഇല്ല അല്ലേ? നീ എന്താ കരുതിയത്, ഞാൻ ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് തിരിച്ചു പോയാൽ നിന്റെ അമ്മയും ഒത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുമെന്നാണോ നീ കരുതിയത്? എന്നാൽ അത് ഒരിക്കലും നടക്കില്ല. വൈജ എന്ന നാണം കെട്ടവളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. ഇനി ഞാൻ അവളോട് ക്ഷമിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ നാളെ ഞങ്ങളുടെ കൂടെ നീയും കടപ്പാട്ടൂരിലേക്ക് വരണം. നീ എന്റെ കൺമുന്നിൽ ഉണ്ടായാൽ ഒരു പക്ഷേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരും. അല്ലെങ്കിൽ ഒരു കാലത്തും ഞങ്ങൾ തമ്മിലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. ഇത് കേട്ട അലീന ആകെ പെട്ടുപോയൊരവസ്ഥയാണ്. ചെകുത്താനും കടലിന് നടുവിലാണ് അലീന ഇപ്പോൾ ഉള്ളത്. ഒടുക്കം രണ്ടും കൽപ്പിച്ച് അലീന അവർക്കൊപ്പം വരാന്ന് സമ്മതിക്കുന്നു. അലീനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഇനി അങ്ങോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ വൈജയന്തിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട് അങ്ങനെ പിന്നീട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടപ്പാണ്. വൈജ അറിഞ്ഞല്ലോ അലീന ബാലചന്ദ്രന്റെ കൂടെയുള്ളത്. വൈജ ആണെങ്കിൽ അത് വേറെ രീതിക്കാണ് കാണുന്നത്. അലീനയും ബാലചന്ദ്രനും തമ്മിൽ തെറ്റായ ഒരു ബന്ധമുള്ളത് പോലെയാണ് വൈജ അതിനെ നോക്കി കാണുന്നത്. അതുകൊണ്ട് പ്രാന്ത് പിടിച്ച പോലെ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടപ്പാകും. അത് കണ്ടുകൊണ്ട് ഭവിത അങ്ങോട്ട് വരും. അമ്മേ, ഡിന്നറിന് എന്താ സ്പെഷ്യല്? ഒരു മണവും വരുന്നില്ലല്ലോ, അമ്മ എന്താ ഉണ്ടാക്കി വെച്ചത്? അപ്പോൾ വൈജ ഭവിതയൊന്ന് തുറച്ചു നോക്കിയിട്ട് പറയും, ഞാനേ കുറച്ച് ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാണ്, അതിന്റെ ഇടയിലൂടെയാണ് അവളുടെ ഒരു സ്പെഷ്യല്. പോയിക്കോണം എന്റെ മുന്നിൽ നിന്ന്. അമ്മേ, എനിക്ക് വിശക്കുന്നു. ഇത്രയും ദിവസം അവള് പോവാഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് പ്രശ്നം, ഇപ്പോൾ അവള് പോയപ്പോഴോ അത് അമ്മയ്ക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ ഭവിതയെ നല്ലൊരു നോട്ടം അങ്ങോട്ട് നോക്കും. അതോടും കൂടി ദേഷ്യത്തോടെ കട്ടകൽപ്പിൽ ഭവിത അങ്ങോട്ട് കേറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ തന്നെ ബാലേന്ദ്രൻ കൃഷ്ണമോളെയും അലീനയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇന്ന് അവര് വരുന്നു എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ രാജീവെല്ലാം അതിരാവിലെ വൈജയുടെ വീട്ടിലെത്തും. അപ്പോ വൈജ മുത്തശ്ശിയോട് പറയും, ഇപ്പൊ വരും ആ നാശം പിടിച്ചോളെയും കൂട്ടി ബാലേന്ദ്രൻ. എന്റെ വൈജമോളെ, നീ ഇനി അവനുമായിട്ട് ഗുസ്തിക്കൊന്നും പോകണ്ട. മോൾ അമ്മ പറയുന്നത് കേക്ക്, എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങളൊക്കെ സുഖമായി ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. അപ്പോൾ വൈജ പറയും, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ആ നാശം പിടിച്ച അലീനയുണ്ടല്ലോ, അവൾ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പോകണം. അല്ലെങ്കിൽ പിന്നെ അവള് മരിക്കണം. ഇനി അവള് ചത്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സൂയിസൈഡ് ചെയ്യും. അതും ബാലേന്ദ്രന്റെയും അവളുടെയും മുന്നിൽ വെച്ച്. എനിക്ക് പിന്നെ ഒന്നും കാണണ്ടല്ലോ. നീ എന്നതാടി കൊച്ചി പറയുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നീ മരിച്ച പിന്നെ നിന്റെ മക്കൾക്ക് ആരാളത്? നീ അവരെ കൂടെ ഒന്ന് ഓർക്കണം എന്നൊക്കെ മുത്തശ്ശി വൈജയെ പറഞ്ഞ് മനസ്സിലാക്കാവും. അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് രാജീവ് ഇങ്ങനെ വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. വൈജയ്, നീ ഒന്ന് എന്റെ കൂടെ വന്നേ. എന്താ രാജീവേട്ടാ? നീ ഒന്ന് വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജയും കുട്ടി രാജീവ് ഹാളിലേക്ക് പോവാണ്. വൈജയ്, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആ പിഴച്ചവൾക്ക് വേണ്ടിയാണോ നീ ഇപ്പൊ മരിക്കാൻ പോകുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ രാജീവേട്ടാ? അവള് വീണ്ടും ഇങ്ങോട്ട് വരികയല്ലേ, അവളുടെ മുന്നിൽ ഞാൻ വീണ്ടും തോറ്റുപോയി. അപ്പൊ രാജീവ് പറയുന്നുണ്ട്, ഇത് അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്.
അലീനയുടെ കാര്യത്തിൽ ഞാനും ശിവേണ്ണും ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. ഉറപ്പാണല്ലോ, എനിക്കിത് വിശ്വസിക്കാവോ? അതേ വൈജയ്, നിനക്കിത് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ആകെ തകർന്നിരിക്കുന്ന വൈജയ് രാജീവ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാജീവിന് ഓഫീസിൽ നിന്ന് ഒരു അർജന്റ് കോൾ എല്ലാം വരും. എന്തോ ഒരു ഫയൽ എങ്ങാണ്ടോ എടുക്കാനായിട്ട് രാജീവ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വൈജ അവിടെ ഉമ്മർത്ത് ഇങ്ങനെ നിൽപ്പുണ്ടാകും. അങ്ങനെ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുക കൃഷ്ണമോളായിരിക്കും. കൃഷ്ണമോളെ കണ്ടതും വൈജയ്ക്ക് നല്ല സന്തോഷാവാണ്. കൃഷ്ണമോള് സത്യങ്ങളെല്ലാം അറിഞ്ഞത് കൊണ്ട് വല്ലാണ്ട് സ്നേഹപ്രകടനമൊന്നും വൈജയുടെ അടുത്തില്ല. പിന്നീട് ബാലേന്ദ്രനും അലീനയും കാറിൽ നിന്ന് ഇറങ്ങും. അപ്പോ വൈജയ്ക്ക് അലീനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ പിന്നെയും വന്നോടി, നാണം ഉണ്ടോടി ആട്ടി പായിപ്പിച്ചിട്ടും പിന്നെയും ഇങ്ങോട്ട് കേറി വരാൻ. നിന്റെ ആഗ്രഹം പോലെ 2 ദിവസം നിനക്ക് ബാലചന്ദ്രന്റെ ഒപ്പം കഴിയാനായിട്ട് പറ്റിയില്ലേ? അതൊന്നും പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ വീണ്ടും ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ വളരെ മോശമായിട്ട് വൈജ അലീനോട് ചോദിക്കാണ്. ഇതൊക്കെ കേട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരും. ചീ നിർത്തടി, നിന്റെ നാണം കെട്ട നാവ് കൊണ്ട് ഇനി നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ അങ്ങോട്ട് പിഴുതെടുക്കും. ഓ, അവളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയോ? അതേടി, എനിക്ക് പൊള്ളും. എന്റെ മോളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. അതെങ്ങനെ ശരിയാകും? അവൾ എന്നു മുതലാ നിങ്ങളുടെ മകളായത്? നിങ്ങൾക്ക് പണ്ട് വല്ല അവീതത്തിലുണ്ടായ മകളാകും. നിർത്തടി, പണ്ട് ആർക്കാണ് അവീതം ഉണ്ടായത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയും കൃഷ്ണമോളയും കൂട്ടി അകത്തേക്ക് പോകാണ്. എന്നാൽ ബാലേന്ദ്രന്റെ ആ ഒരു ഡയലോഗ് വൈജയ്ക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. വൈജ കുറച്ചു നേരം ഇങ്ങനെ ആകെ അന്താളിച്ച് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അലീന അകത്ത് പോയിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അലീന ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ വീട്ടുവേലക്കാരിയായിട്ടല്ല, എന്റെ മകളായിട്ടാണ്. ഇനി മുതൽ എനിക്ക് 3 മക്കളല്ലേ ഉള്ളത്, 4 മക്കളാണ്. എന്റെ മൂത്ത മകളാണ് ഈ നിൽക്കുന്ന അലീന. ഇതെല്ലാം കേൾക്കുമ്പോ എല്ലാരും അവിടെ ആകെ ഞെട്ടിധരിച്ച് നിൽക്കുന്നുണ്ട്. ബബിതയൊക്കെ വായും പൊളിച്ച് നിൽപ്പാവും. മോളെ അലീനെ, ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് നീ ഒന്ന് എന്നെ അച്ഛ എന്ന് വിളിക്കി. അപ്പൊ അലീന ബാലേന്ദ്രനെ അച്ഛന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ട വൈജ ദേഷ്യത്തിൽ അങ്ങോട്ട് കേറി പോവാണ്. പിന്നാലെ തന്നെ ബബിതയെ രോഹിത്തൊക്കെ പോകുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമാവുന്നു. ആരുമില്ലാത്ത തനിക്ക് ഇപ്പോൾ ഒരു അച്ഛനെ കിട്ടിയതിൽ അലീന അവിടെ ഒരുപാട് സന്തോഷവതിയാണ്. പിന്നീട് കാണിക്കുന്നത് അലീനയും ബാലേന്ദ്രനും ഒരച്ഛനെയും മകളെയും പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ വൈജയ്ക്ക് അവിടെ ദേഷ്യം വരും. ബാലേന്ദ്രൻ മീശയും താടിയെല്ലാം വടിക്കുമ്പോൾ അലീന കണ്ണാടിയെല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അലീന അവിടെ ഒരു പണിയെല്ലാം ഒപ്പിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ആവട്ടെ അലീനെ പിടിക്കാനായിട്ട് അലീനയുടെ പുറകെ പോകും. അത് കണ്ടതോടും കൂടി വൈജ അവിടെ കലിതുള്ളി നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന കിച്ചണിലേക്ക് പോകുമ്പോൾ വൈജ പറയുന്നുണ്ട്, എടി നീ ഒരിക്കലും അയാളുടെ മകളാവില്ലടി, അതുപോലെ എന്റെയും. ഒരു 10 ജന്മം എടുത്താൽ പോലും നീ എന്റെ മകളാവില്ലടി. അങ്ങനെ ആവണമെങ്കിൽ നിന്റെ ഞരമ്പിൽ എന്റെ രക്തം ഒഴുകണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മാഡം അങ്ങനെ കരുതിക്കോ, മാഡത്തിന്റെ രക്തം എന്റെ ശരീരത്തിലുണ്ടെന്ന്. നീ എന്തൊക്കെയാടി പിഴച്ചവളെ വിളിച്ചു പറയുന്നത്? നീ ആരുടെയോ അവിഹിത സന്തതിയല്ലേ? നീ എങ്ങനെയാടി എന്റെ മകളാവുന്നത്? ഇനി അങ്ങനെ ആകുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് പോകും. അപ്പോൾ അലീന അവിടെ ഒരു പുഞ്ചിരിയോടെ നിൽക്കാണ്. എന്തായാലും തന്റെ അമ്മയെ ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ പറ്റിയതിൽ. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ ബാലേന്ദ്രന്റെ അടുത്ത് അലീന ഒരു മകളെ പോലെ പെരുമാറുന്നുണ്ട്. അത് കണ്ട് വൈജ അലീനയുടെ അടുത്ത് പൊട്ടിത്തെറിക്കാണ്. നിനക്ക് നാണമുണ്ടോടി എന്റെ കുട്ടികളുടെ അച്ഛനെ അച്ഛ എന്ന് വിളിച്ച് നടക്കാൻ? നിന്നെ പിഴച്ച് പ്രസവിച്ചൊരു സ്ത്രീ ഉണ്ടാവുമല്ലോ, അവരെ പോയിട്ട് നീ ആദ്യം തിരക്ക്. എന്നിട്ട് അവരോട് ചോദിക്കി നിന്റെ അച്ഛൻ ആരാന്ന്. അപ്പൊ അലീന പറയും, മാഡത്തിനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ മാഡം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിലും മാഡത്തിന്റെ ഒരു മകളുടെ പ്രായല്ലേ എനിക്കുള്ളത്. ഒരു മകളായിട്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെ കുത്തി നോവിക്കാതെ ഇരുന്നൂടെ? അയ്യോ, മകളെ പോലെ കാണാൻ പറ്റിയൊരു സാധനം. തന്ത ഏതാണ് തള്ള ഏതാന്ന് പോലും അറിയാത്ത. അതും വല്ലവർക്കും പിഴച്ചുണ്ടായി നിന്നെ ഞാൻ മകളായിട്ട് കാണണമെന്നോ? അത് ഈ ജന്മം നടക്കില്ലടി. അങ്ങനെ നീ ഒരു സ്വപ്നവും കണ്ട. അപ്പോൾ ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട്. അലീനയെ വൈകിട്ട് നിർത്തി പൊരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രന്റെ ആ ഒരു വരവ്. ഇവളുണ്ടല്ലോ ഈ അലീന, ഇവളെ പിഴച്ചവളല്ല, എന്റെ മകളാണ്, എന്റെ സ്വന്തം മകൾ. എന്റെ മക്കൾക്ക് ഈ വീട്ടിലുള്ള അവകാശം അതുപോലെ തന്നെ ഇവൾക്കുണ്ട് ഈ വീട്ടിൽ. ഹോ, അങ്ങനെയാണെങ്കിൽ ഈ വീടും പറമ്പും കൂടി അവൾക്കണ്ട് എഴുതി കൊടുക്ക്. അവൾക്ക് അങ്ങോട്ട് സന്തോഷമാവട്ടെ. ആടി, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. എന്റെ സ്വത്തുക്കൾ മൊത്തം ഇവൾക്ക് കൂടി അവകാശപ്പെട്ടതാ. നിനക്കത് സഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. ഇവള് നോക്കിക്കോളും ഇവിടുത്തെ കാര്യങ്ങളും നിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ. ഹോ ഹോ, അങ്ങനെയാണോ? എന്റെ അമ്മയെ നോക്കാനെന്നും പറഞ്ഞല്ലേ ഇവൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ഇവളാണ് വലുതെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എന്റെ അമ്മയെ വിളിച്ച് ഇവിടുന്ന് പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ ഡ്രസ്സും സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അതുപോലെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. അമ്മയുടെ മരുമകനുണ്ടല്ലോ, അയാൾക്ക് ഇനി എന്റെ ആവശ്യമില്ല. അയാൾക്ക് അയാളുടെ പുതിയ ദത്തുപുത്രി അലീന മതി പോലും. ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ അയാൾ അവൾക്ക് കൊടുക്കാൻ പോവാ. എന്തായാലും അമ്മയെ നോക്കാനെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ വന്നത്. ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കണ്ട, വാ അമ്മേ നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ മുത്തശ്ശിയും കൊണ്ട് പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണമോളൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ പോവല്ലേ മുത്തശ്ശി, അമ്മയോടൊന്ന് പറ മുത്തശ്ശി, അമ്മയോട് പോവല്ലേ എന്ന് പറ. ഞാൻ പറഞ്ഞു മക്കളെ, നിങ്ങളുടെ അമ്മ കേൾക്കാഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ എന്തായി തീരുമോ എന്തോ എന്നൊക്കെ മുത്തശ്ശിയുടെ പറയും.
അങ്ങനെ ഒടുക്കം അലീന വൈജയുടെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട്, മാഡം ഇവിടുന്ന് പോകരുത്, മാഡം പറയുന്ന പോലെ ഞാൻ ജീവിച്ചോളാം, മാഡം പോകരുത് മാഡം, മാറി നിൽക്കടേ അവിടുന്ന്, നിനക്കൊക്കെ ഇതല്ല വേണ്ടത്, നീയും അങ്ങനും സുഖമായിട്ട് ജീവിക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ മുത്തശ്ശിയും കൂട്ടി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവരവിടെ എത്തി ബെല്ലടിക്കുമ്പോൾ ഡോറ് തുറക്കുന്നത് കമലായിരിക്കും. പെട്ടിയും കിടക്കും മുത്തശ്ശിയെല്ലാം കണ്ട് കമലയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഉണ്ടാവില്ല. ഓ, ഇവളെന്താ ഈ തള്ളയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം കമല അങ്ങനെ മനസ്സിൽ പറയും. എന്താ കമല ഏട്ടത്തി ആലോചിച്ച് നിൽക്കുന്നത്, ഞാനും അമ്മയും വന്നത് ഏട്ടത്തിക്ക് ഇഷ്ടായില്ലേ? അയ്യോ വൈജ, നീ എന്തൊക്കെയാ പറയുന്നേ, ഇത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾ അകത്തേക്ക് വാ എന്നെല്ലാം കമല പറയും. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, വൈജ അവിടെ വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും പറയാത്തതാണ് ഏട്ടത്തി നല്ലത്. ആ നാശം പിടിച്ചവളെ കൊണ്ട് ബാലേന്ദ്രൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ മകളായിട്ടാണ് അവളുടെ ഈ വരവ്. വേണ്ടി വന്നാൽ സ്വത്തുക്കൾ മൊത്തം അവൾക്ക് എഴുതി കൊടുക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി ബാലേന്ദ്രൻ പറഞ്ഞു. ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ടതാണ് ഇപ്പോൾ അവൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല ഏട്ടത്തി. അമ്മയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ കമല പറയും, എന്റെ വൈജെ, നീ എന്ത് പണിയാ ചെയ്തത്? നീ ഇപ്പോൾ അവിടെ നിന്ന് മാറി നിന്നാൽ അവർക്ക് സുഖമായില്ലേ? നീ അവിടെ തന്നെ നിക്കണമായിരുന്നു. ഓ, ഇനിയിപ്പോ അതൊന്നും നടക്കില്ല ഏട്ടത്തി. ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി എന്തായാലും എന്റെ ആങ്ങളമാര് തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ, എന്നിട്ടേ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് പോവാണ്. കമലയ്ക്കാണെങ്കിലോ വൈജയുടെ ഒരു വരവ് തീരെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. നാശം പിടിക്കാനായിട്ട് ഈ തള്ളയെ മോളെ ഇനി ഞാൻ സഹിക്കണല്ലോ എന്നെല്ലാം പറയുന്ന കമലയെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും അലീനെ പറഞ്ഞു വിടുക എന്നത് കുറച്ച് പണിയാണെന്ന് വൈജയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വൈജ അലീനെ പുറത്താക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.